നാടക് സംഘടിപ്പിക്കുന്ന ഓൺലൈൻ നാടക പഠന പരമ്പരയിൽ കാഴ്ചക്കാരും കേൾവിക്കാരുമായിട്ടുള്ള എല്ലാ സഹൃദയർക്കും ആദ്യമേ എൻ്റെ സ്നേഹം. തിയേറ്റർ കോസ്റ്റ്യൂം, അരങ്ങിലെ വേഷവിധാനത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതാണ് ഇന്നത്തെ ദൗത്യം. അതിനുമുമ്പ് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ. എൻ്റെ പേര് അലിയാർ, പ്രൊഫസർ അലിയാർ അല്ല കേട്ടോ. അല്ല, എനിക്ക് അനുഭവമുണ്ട്. ഒരു പരിപാടിക്ക് ഇതുപോലെ പോയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കയറി ചെന്നു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ അലിയാർന്ന് കേട്ടപ്പോൾ കുറച്ചുകൂടി പൊക്കവും ശബ്ദത്തിന് ഗാംഭീര്യമൊക്കെ ഉള്ള ഒരാളെയാണ് പ്രതീക്ഷിച്ചത്. എന്താ, അല്ല സിനിമയിലും സീരിയലിലും ഒക്കെ നിങ്ങളുടെ ശബ്ദം ഭയങ്കര ഗാംഭീര്യം ഉണ്ടല്ലോ, ക്യാമറ ട്രിക്കാണ്. അയ്യോ, അത് പ്രൊഫസർ അലിയാർ, ഇത് വെറും നാടകക്കാരനായ അലിയാർ. അപ്പോൾ പഠിച്ചത് കേരളവർമ്മയിലാണ്, BA മലയാളത്തിനായിരുന്നു. അതിനുശേഷം തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോയി. അപ്പം ഞാൻ അമ്മാനടുത്ത് പറഞ്ഞു, തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോവുകയാണ് ഞാൻ. അപ്പം നീ ഇത്ര കോളേജിൽ പോയി പഠിച്ചിട്ട് ഇതിനിപ്പോൾ സ്കൂളിൽ പോയി പഠിക്കുന്നത്, ഇത് നല്ല പഠിപ്പാണ് നിൻ്റെ. അങ്ങനെ അവിടെ നിന്ന് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹിയിൽ കിട്ടി. അപ്പം ഞാൻ അമ്മാനടുത്ത് പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ പോയി പഠിക്കുകയാണ്, അവിടുത്തെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ. ഇത്രയും കാലമായിട്ട് നിൻ്റെ സ്കൂൾ പഠിപ്പ് തീർന്നില്ലേ, ഇത്രയൊക്കെ വയസ്സായില്ലേ, ഇനി വല്ല ജോലിയും കിട്ടുമോ നോക്ക്. പിന്നെ അവിടെ നിന്ന് റോയൽ അക്കാഡമി ഓഫ് ഡ്രാമാറ്റിക് ആർട്സ് ലണ്ടനിൽ പോയി. തിരിച്ച് പാലക്കാട്ടിലെ നാടകക്കാരൊക്കെ ഇന്ന് കാത്തിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ ഞാനങ്ങോട്ട് പാലക്കാട് വന്ന് അവിടുത്തെ ഗ്രാമത്തിൽ അത്ലറ്റ് കായിക നാടകവേദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാടക സംഘം ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ പിന്നാലെ ഓട്ടം, അഭിനേതാക്കൾ ഹൃദയത്തിൻ്റെ അത്ലറ്റുകളാണല്ലോ. അപ്പോൾ നിലയ്ക്കാത്ത ഓട്ടം അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി. പിന്നെ കോസ്റ്റ്യൂമിലേക്ക് വരാം. അപ്പോൾ ഈ കോസ്റ്റ്യൂമിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള പാണ്ഡിത്യമോ അറിവോ ഒന്നും എനിക്കായിട്ടില്ല. എനിക്ക് വളരെ കുറച്ച് നാടകങ്ങളിൽ കോസ്റ്റ്യൂം ചെയ്ത അനുഭവ പരിചയമാണുള്ളത്. അതിൻ്റെ അഹങ്കാരം കൊണ്ട് പറയാം, വിനയം കൊണ്ടല്ല. ഓക്കെ, അപ്പോൾ പിന്നെ എന്തിനാ ഈ ദൗത്യം ഏറ്റെടുത്തെന്ന് ചോദിച്ചാൽ ശൈലേച്ചോട് ചോദിച്ചാൽ മതി. ആദ്യം ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ ചേച്ചി പറഞ്ഞത് എന്തായാലും ഇതിനെക്കുറിച്ച് അറിയുന്ന രീതിയിൽ സംസാരിച്ച് നോക്കാം എന്നാണ്. അപ്പോൾ നമുക്കൊന്ന് ശ്രമിക്കാം. എനിക്ക് ഉള്ള അറിവ് വളരെ പരിമിതമാണ്, അത് നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇതെന്തായാലും ഒരു ലേണിംഗ് പ്രോസസ്സാണല്ലോ അല്ലേ. അപ്പോൾ എന്നിൽ നിന്ന് എന്ത് ലേൺ ചെയ്യാം എന്നാണ് നിങ്ങൾ എല്ലാവരും ശ്രോതാക്കളും കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ വിചാരിക്കും. ഞാൻ പറയുന്നത് എന്ത് അൺലേൺ ചെയ്യാം എന്നാണ് നോക്കേണ്ടത്. തിയേറ്റർ പ്രോസസ്സിനകത്ത് ലേണിംഗ് പോലെ തന്നെ പ്രധാനമാണ് അൺലേണിംഗ്. ഇപ്പോൾ നമ്മളൊരു സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അയാളിൽ നിന്ന് എന്തൊക്കെ ലേൺ ചെയ്യാം എന്നതിനൊപ്പം എന്തൊക്കെ അൺലേൺ ചെയ്യാം എന്നുകൂടി പഠിക്കണം എന്നാണ് പറയാറുള്ളത്. അത് എൻ്റെ അധ്യാപികയായിട്ടുള്ള അനുരാധ കപൂർ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് തിയേറ്ററിൻ്റെ ഏറ്റവും പ്രധാനമായ പ്രോസസ്സിൽ ഒന്ന് അൺലേണിംഗ് കൂടിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് വേഷവിധാനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്, കോസ്റ്റ്യൂമിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്. കോസ്റ്റ്യൂമിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ചരിത്രമാണ് അല്ലേ. അപ്പോൾ എന്നാണ് മനുഷ്യൻ നാണം മറയ്ക്കാൻ തുടങ്ങിയത്, വസ്ത്രം ഉടുക്കാൻ തുടങ്ങിയത്? തുകൽ കൊണ്ട് എന്നാണ് വസ്ത്രം ഉണ്ടാക്കിയത്? മരവുരി എന്നാണ് കെട്ടിത്തുടങ്ങിയത്? ആനക്കൊമ്പ് കൊണ്ട് സൂചി എന്നാണ് ഉണ്ടാക്കിയത്? നെയ്ത്ത് യന്ത്രം എന്നാണ് കണ്ടുപിടിച്ചത്? തയ്യൽ മിഷന്റെ ഇൻവെൻഷൻ എപ്പോഴായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ പറയാനല്ലേ, അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ ഒരു ഭരണാധികാരി CAA-ക്കെതിരെയുള്ള സമരത്തിൽ പറയുകയാണ്, വേഷം കൊണ്ട് അക്രമകാരികളെ തിരിച്ചറിയാം എന്ന് പറയുന്നിടത്ത് വേഷവിധാനത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്ര ചെറുതല്ല. ഇപ്പം കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ നിന്ന് പറയുകയാണെങ്കിൽ മാറുമരക്കൽ സമരത്തിൽ നിന്നായിരിക്കും തുടങ്ങേണ്ടി വരിക, അല്ല അയ്യങ്കാളി കിന്നരി തലപ്പാവ് ചുറ്റി നടന്നതിനെ കുറിച്ചായിരിക്കും. അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ നിന്നാവുമ്പോൾ ഗാന്ധിജി എന്തിനാണ് കോട്ടൂരിയതെന്നും അംബേദ്കർ എന്തിനാണ് കോട്ടിട്ടതും എന്നതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞാണോ തുടങ്ങേണ്ടത്? ലിമിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, രാജാവും നഗ്നനാണ്, ആൾ തുണി എടുത്തിട്ടില്ല എന്ന് വിളിച്ചു പറയാൻ കെൽപ്പുള്ള ഒരു അരങ്ങ് നമുക്കുള്ളത് കൊണ്ട് അരങ്ങിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വീണ്ടും സംസാരിക്കാം. എന്തായാലും വേഷവിധാനത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. ഇപ്പം എല്ലാവരും നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം ഒന്ന് നോക്കുക. ജുബ്ബ, ബുദ്ധിജീവിയാണല്ലേ. മകനെ കഥ എഴുതുന്ന ആളാണ്, കലാകാരനാണ് എന്നുള്ള ചോദ്യങ്ങളുണ്ടാവും അല്ലേ. ആ ഒരു പൊതുബോധം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുന്ന, ഈ ജുബ്ബ ഇടുന്നവരെല്ലാം എഴുത്തുകാരാണ്, അല്ലെങ്കിൽ ജുബ്ബ അങ്ങനെ ഒരു ചിത്രമാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആലോചിക്കുമ്പോൾ മന്ദം മാമു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായി. മന്ദം മാമു ഒരു 6 അടി പൊക്കമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ആളുടെ ഒരു മൊല്ലാക്ക തൊപ്പിയൊക്കെ വെച്ച് വലിയ മനുഷ്യനാണ്, നല്ല വയറൊക്കെ ഉണ്ട്, കൈയൊക്കെ ഇങ്ങനെ തെറുത്ത് കയറ്റി വെച്ച്, ജുബ്ബയുടെ തെറുത്ത് കയറ്റി വെച്ച് തോളിലൊരു ബാഗ് ഉണ്ടാവും.
അപ്പം ഞാൻ ഉറക്കെ എണീക്കുന്ന സമയത്ത് ആൾ വീട്ടിലെത്തും. എന്നിട്ട് ഒരു 10 പൈസ എനിക്ക് തരും. എൻ്റെ പറയും ഈ ലോട്ടറി മകനെ എനിക്കിന്ന് ലോട്ടറി അടിക്കുന്നു പറയും എന്ന് പറഞ്ഞിട്ട് ആ ലോട്ടറി എൻ്റെ കൈ കൊണ്ട് പിടിപ്പിക്കും. അപ്പം ഞാൻ കാണുന്ന ആദ്യത്തെ ജുബ്ബയിട്ട മനുഷ്യനായാണ്. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ടൈലർ ഉണ്ടായിരുന്നു, ഇബ്രാഹിംക. അപ്പോൾ നല്ല വയസ്സായി, 85 വയസ്സായി, കടയൊന്നും തുറക്കുന്നില്ല. തൊട്ടടുത്ത് വരെ ഈ ഡ്രസ്സ് അദ്ദേഹം തയ്പ്പിച്ച് തന്നതാണ്. അപ്പോൾ അദ്ദേഹമാണ് പിന്നെ കാണുന്ന ജുബ്ബക്കാരൻ. നല്ല വെളുത്ത ജുബ്ബയായിരുന്നു, വെള്ളം കൊണ്ടും വെളുത്ത ജുബ്ബയും. പിന്നെ കാണുന്ന ഒരു ജുബ്ബക്കാരൻ ഒരു തൃശ്ശൂരുകാരനാണ്, KV ഗണേഷ്, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ കുട്ടിക്കാലത്ത് ഒരു നാടക ക്യാമ്പിൽ ഇപ്പോൾ KV ഗണേഷിൻ്റെ ജുബ്ബ എന്നെ അതിശയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഇതുവരെ കണ്ടൊക്കെ വെള്ള ജുബ്ബയായിരുന്നു. ഇത് വളരെ പരിവരുത്ത ഒരു കമ്പിളിപ്പുഴുവിൻ്റെ പോലത്തെ തൊട്ടാ ചൊറിയുന്ന പോലത്തെ ഒരു ജുബ്ബ. അപ്പം ഞാൻ അതിന് നമ്മളിടയ്ക്ക് ഇങ്ങനെ പിടിച്ച് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം മാഷിനോട് ചോദിച്ചു, മാഷേ എന്തിനാ മാഷ് ഇങ്ങനത്തെ വസ്ത്രം ധരിച്ചിരിക്കുന്നത്, ഇങ്ങനത്തെ ജുബ്ബ ഇട്ടിരിക്കുന്നത് ചോദിച്ചു. മാഷ് ചിരിച്ചിട്ട്, നിന്റെ ഡ്രസ്സ് തന്നിട്ടുണ്ടല്ലോ, ഇത് എവിടെ നിന്ന് മേടിച്ചതാ? അത് കടയിൽ നിന്ന് മേടിച്ചത്. ഇത് എന്തിൻ്റെ തുണി കൊണ്ട് ഉണ്ടാക്കിയിരിക്കണം എന്നറിയോ? എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കണം അറിയോ? ഇല്ല, അറിയില്ല. അപ്പോൾ മാഷ് പറഞ്ഞു, മാഷ് ഉപയോഗിക്കുന്ന വസ്ത്രം കൈത്തറിയാണ്, അത് നെയ്തുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് തുന്നിക്കുന്നത് വീട്ടിന് തൊട്ടടുത്തുള്ളൊരു തയ്യക്കാരനുണ്ട്, ആൾക്ക് പരിചയമുള്ള തയ്യക്കാരനുണ്ട്. അപ്പോൾ ആളെ കൊണ്ടാണ് അത് തുന്നിച്ചിടുന്നത്. അപ്പോൾ ഞാൻ ജോലി ചെയ്ത് സമ്പാദിക്കുന്നതിൻ്റെ ഒരു അംശം എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു തയ്യക്കാരനാണ് പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റും ഞാൻ കൊടുക്കുന്ന പൈസ അയാൾക്ക് ഉപയോഗപ്രദമാവുന്നത് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വസ്ത്രങ്ങൾ ഇടുന്നത്. അപ്പോൾ എനിക്കത് രസമായി തോന്നി. ഞാനും വിചാരിച്ചു ഞാനും വലുതാകുമ്പോൾ മാഷിനെ പോലെ തയ്ച്ച വസ്ത്രങ്ങൾ ഇടും. അപ്പോൾ ഇതങ്ങനത്തെ ഒരു വസ്ത്രമാണ്. ഇത് ഈ വസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 7 ഹാഫ് പീസാണ്. ഇത് ഒറ്റ തയ്യലല്ല. ഇതിന് ഇവിടെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഉണ്ട്, പിന്നെ ഇവിടെ നിന്ന് വേറൊരു പീസ് ഉണ്ട്, ബാക്കിലൊരു പീസ് ഉണ്ട്. ഇന്നത്തെ പുതിയ തയ്യൽക്കാർക്കൊന്നും ഈ തയ്യൽ അത്ര വശമില്ല, പഴയ ആളുകൾക്കേ. ഇപ്പോൾ ഇബ്രാഹിംക ഏകദേശം വല്ലാത്തൊരു ശാരീരിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാണ്. അപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാളെന്താ ഈ കോസ്റ്റ്യൂമിനെ കുറിച്ച് പറയാൻ വന്നിട്ട് ഇട്ട ജുബ്ബനെ കുറിച്ചും ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. ഇതിനൊരു കാരണമുണ്ട്. ഞാൻ കോസ്റ്റ്യൂമിൻ്റെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുൻപ് തന്നെ വസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യനെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അയാളുടെ സോഷ്യോ എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെയൊക്കെ, അല്ലെങ്കിൽ അയാളുടെ ജാതിയെ, മതത്തെ ഒക്കെ വേർതിരിച്ചറിയാവുന്ന ഒരു സാധനമൊക്കെ ആയിട്ടാണ് കോസ്റ്റ്യൂം നിൽക്കുന്നത് അല്ലേ. പ്രൊഫഷനെയൊക്കെ തിരിച്ചറിയുന്ന രീതിയിലാണ് കോസ്റ്റ്യൂം. ശരി, നമുക്ക് കോസ്റ്റ്യൂമിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നാടകത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പം പ്രധാനമായിട്ടും ആദ്യം ഗ്രീക്കിലേക്കാണല്ലോ പോകുന്നത്. നമുക്കൊന്നും അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ അവിടെ കഥാപാത്രങ്ങളെ തിരിച്ചറിയുന്നതിന് ഗ്രീക്ക് നാടകങ്ങളിൽ മാസ്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ കോസ്റ്റ്യൂം ഇല്ലേ? കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു, റിച്വലിൻ്റെ ഭാഗമായി അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ എസ്കലിസ് അദ്ദേഹത്തിൻ്റെ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വസ്ത്രം ഡിസൈൻ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് കാലത്ത് കൊത്തിവെച്ചിട്ടുള്ള പൂപ്പാത്രങ്ങളും ശിലാഫലകങ്ങളിലും ഒക്കെയുള്ള ചില മോട്ടീവ്സിലാണ് ഇത് കാണുന്നതെന്ന് പറയപ്പെടുന്നു. മുമ്പ് എവിടെയോ വായിച്ചിട്ടുള്ള ഒരു അറിവാണ്. അപ്പോൾ മധ്യകാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും നാടകം വികാസം പ്രാപിച്ചതിനൊപ്പം കോസ്റ്റ്യൂമും വികാസം പ്രാപിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു തയ്യക്കാരനെയൊക്കെ വെച്ചിട്ടുണ്ടാവും കോസ്റ്റ്യൂം അടിക്കാൻ, അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഡിസൈനറൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷേ അന്ന് പറയപ്പെടുന്നത് ഷേക്സ്പിയറിൻ്റെ കാലഘട്ടത്തിൽ നാടകത്തിന് വേണ്ട കോസ്റ്റ്യൂമുകളൊക്കെ സംഘടിപ്പിച്ചിരുന്നത് അന്നത്തെ വലിയ വലിയ പ്രഭുക്കന്മാരുടെ വീടുകളിൽ നിന്ന് കടം മേടിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങളാണെന്ന് പറയുന്നത്. നാടകത്തിൻ്റെ ഒരു പഴയ അലിഖിത ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കോസ്റ്റ്യൂമിൻ്റെ ഈ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് പറയുമ്പോൾ ഒരു മുൻപ് കാലത്തെ അനുഭവം വരെ അരങ്ങിനകത്ത് ചെരുപ്പിടാതെ കയറിയതായിരുന്നു നമ്മൾ അല്ലേ. പോലീസിൻ്റെ വേഷമൊക്കെ ചെയ്യുന്നുണ്ടാവും, എല്ലാ കോസ്റ്റ്യൂം ഉണ്ടാവും, കയ്യിൽ വലിയ ലാത്തി കൂടി ഉണ്ടാവും, എന്നാലും കാലിൽ ബൂട്ട്സ് ഉണ്ടാവില്ല. അങ്ങനെയാണ് അരങ്ങിലേക്ക് കയറുക. അപ്പോൾ ആ ചെരുപ്പിടാത്തൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കഥ കൂടി ഓർമ്മയില്ല. അതെന്ന് വെച്ചാൽ നരിപ്പറ്റ രാജു മാഷിൻ്റെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ നാടകത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
മാഷ് നാടകം ചെയ്യുമ്പോൾ തന്നെ സർവ്വവ്യാപിയായിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും. ഒരു ദിവസം മാഷ് അവിടെ ഒരു ചെയറിലിരുന്ന് ഒരു കറുത്ത കോസ്റ്റ്യൂമിൽ ഒരു വെള്ളി നൂലിൻ്റെ വര ഇങ്ങനെ തുന്നി പിടിപ്പിക്കാം. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാഷ് വെച്ചു, എന്തായാലും നോക്കണത് കോസ്റ്റ്യൂമിനെ കുറിച്ച് ചൈനയിലെ ഒരു ഫാഷൻ ഡിസൈനർ അല്ലെങ്കിൽ ചൈനയിലെ ഒരു തിയേറ്റർ കോസ്റ്റ്യൂം ഡിസൈനർ പറഞ്ഞൊരു വാക്കുണ്ട്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ അഭിനേതാക്കൾക്ക് പട്ടിൻ്റെ ഏറ്റവും വില കൂടിയ തുണി കൊണ്ടായിരിക്കും കോസ്റ്റ്യൂം ഉണ്ടാക്കി. അത് അയാൾ ഒരു യാചകന്റെ വേഷമാണ് ചെയ്യുന്നതെങ്കിൽ പോലും. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, ആംഗികം ഭുവനം യസ്യ വാചികം സർവവാങ്മയം ആഹാര്യം ചന്ദ്രതാരാതി. ആഹാര്യം ചന്ദ്രതാരാതി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നടൻ ഇപ്പോൾ ഒരു ചെറിയ വേഷമാണ് ചെയ്യുന്നതെങ്കിൽ പോലും അയാൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം അയാൾക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ യാചകന്റെ വേഷത്തിലുള്ള കോസ്റ്റ്യൂമിന് പട്ടിന്റെ തുണി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും കാണുമ്പോൾ അത് യാചകന് വേണ്ട തരത്തിലുള്ള കോസ്റ്റ്യൂം ആയിരിക്കും എന്നാണ് ആ ഡിസൈനർ പറയുന്നത്. അപ്പോൾ അത് ഇട്ടിട്ടൊരു നടൻ പെർഫോം ചെയ്യുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ. അയാളുടെ സൈക്കോളജി കൂടി വർക്ക് ചെയ്യുന്നത്. ഞാൻ ചെറിയ വേഷം, അല്ലെങ്കിൽ ചെറിയ വേഷം വലിയ വേഷം എന്നൊന്നുമില്ല, പക്ഷെ ഈ നടൻ വരുമ്പോൾ എന്നെ ആളുകൾ കാണണം എന്നാണ് ആഗ്രഹിക്കുക അല്ലേ. എൻ്റെ അഭിനയം ആളുകൾ കാണണം, എൻ്റെ വസ്ത്രം ആളുകൾ കാണണം, ഞാൻ ഉപയോഗിക്കുന്ന രംഗോപകരണങ്ങൾ ആളുകൾ കാണണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തതയോടുകൂടി കൂടുതൽ ഭംഗിയോടുകൂടി കാണണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുക. അപ്പോൾ അത്തരത്തിലാണ് അതിൻ്റെ സൈക്കോളജി വർക്ക് ചെയ്യുന്നത്. മാഷ് പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് ഭയങ്കര രസമായി തോന്നി. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ്യൂം റിഹേഴ്സൽ, ഡ്രസ് റിഹേഴ്സൽ എന്ന വാക്കുകളൊക്കെ ഉണ്ട് അല്ലേ, നമ്മൾ ഗ്രാൻഡ് ഷോ എന്നൊക്കെ പറയും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ആംഗികം, വാചികം, ആഹാര്യം, നാട്യശാസ്ത്രത്തിൽ പോലും അതിനിടയിൽ, പിന്നെ സാത്വിക അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആഹാര്യം ഈ മൂന്നാമത് കിടക്കുന്ന സാധനമാണ്. ലോകക്രമത്തിൽ, നാടകക്രമത്തിൽ എല്ലായിടത്തും ആഹാര്യം ആ അവസാന ഘട്ടത്തിലാണോ വരുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു കഥാപാത്രത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നടന് കോസ്റ്റ്യൂം വളരെയേറെ സഹായിക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് ചിലർ പറയാറുണ്ട്, ഞാൻ ഈ കോസ്റ്റ്യൂമിനകത്ത് നിന്നപ്പോൾ കൂടുതൽ കോൺഫിഡൻറ്റ് കിട്ടി. പക്ഷെ ആ സാധനം എപ്പോഴാണ് കോസ്റ്റ്യൂം കിട്ടുന്നത്? നാടകത്തിൻ്റെ അവതരിപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം. ഇപ്പോൾ ലോകക്രമത്തിൽ എല്ലായിടത്തും അങ്ങനെ നാടകത്തിൻ്റെ അവസാനം കൊടുക്കുന്ന ഒന്നാണോ ഈ കോസ്റ്റ്യൂം? അതാണോ സഹായിക്കുക എന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പം നമ്മുടെ ഒരു സാമ്പത്തിക അവസ്ഥയൊക്കെ വെച്ച് ഒരു ചെറിയ ഗ്രൂപ്പിനൊക്കെ അതൊന്നും അഫോർഡബിൾ അല്ല. എല്ലാവരും ആദ്യം സെറ്റിന് ബഡ്ജറ്റ് ഇടും, പിന്നെ രംഗോപകരണങ്ങൾക്ക്, പിന്നെ ഭക്ഷണത്തിന്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കഴിഞ്ഞ അവസാനം ബഡ്ജറ്റ് ചെറിയൊരിത് കോസ്റ്റ്യൂമിനും മാറ്റി വയ്ക്കും. പ്രത്യേകം ടൈലറൊന്നും ഉണ്ടാവില്ല, തൊട്ടടുത്ത് കാണുന്ന ആരെങ്കിലും ഒക്കെ അത് ഏൽപ്പിക്കും. ചിലപ്പോൾ സംഘത്തിലുള്ള ഒരാൾ തന്നെ ആയിരിക്കും കോസ്റ്റ്യൂമിൻ്റെ ഇൻചാർജൊക്കെ എടുക്കുക. അപ്പോൾ അവസാനം ചില സാധനങ്ങൾ കിട്ടില്ല, അതിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി, ആ ചെരുപ്പല്ലേ ഇയാളുടെ നിന്ന് മേടിച്ചാൽ മതി, അങ്ങനെ എല്ലാം നമ്മൾ സഹകരിച്ച് മേടിച്ചുകൊണ്ടാണ് ചെയ്യുക. പക്ഷെ ഈ പ്രക്രിയ ആദ്യം തന്നെ ചെയ്തു വെക്കില്ല, അത് അവസാനം ചെയ്യുള്ളൂ. അപ്പോഴേക്കും ഒരാളുടെ കഥാപാത്രമൊക്കെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കോസ്റ്റ്യൂം ഒരു നടൻ്റെ സൈക്കോളജിയെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കഥാപാത്രത്തിൻ്റെ ഈ സോഷ്യോ എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാനും അല്ലെങ്കിൽ അയാളുടെ കഥാപാത്രത്തിൻ്റെ പ്രൊഫഷൻ കാണിക്കാൻ വേണ്ടി മാത്രം ചിഹ്ന സൂചകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല കോസ്റ്റ്യൂം. അത് നടനെ ഇത്തരത്തിൽ അയാളുടെ കഥാപാത്രം രൂപപ്പെടുത്തുന്നതിൽ സഹായിക്കുന്നുണ്ട് എന്നതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ ഡിസൈൻ ഡയറക്ഷൻ ഓപ്ഷൻ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ കോസ്റ്റ്യൂമിൻ്റെ ഇൻചാർജ് എനിക്കാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാം, അവിടെ തയ്ക്കാനൊക്കെ ആയിട്ട് ആളുകളുണ്ടാവും. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. വലിയ വലിയ ഒരുപാട് വർഷം പഴക്കമുള്ളത്, അൽക്കാസിയുടെ കാലം മുമ്പുള്ള കോസ്റ്റ്യൂമൊക്കെ അവിടെയുണ്ട്. നമ്മുടെ ഇർഫാൻ ഖാനും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കോസ്റ്റ്യൂം ഒക്കെ അതിനകത്ത് കോളറിൻ്റെ പുറകിൽ പേരെഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കോസ്റ്റ്യൂം ഒരു തരത്തിലുള്ള ഓർമ്മ കൂടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ എടുത്ത് നോക്കുമ്പോൾ ചില കല്യാണ സാരിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ, എപ്പോഴും ഉപയോഗിക്കുക പോലും ഉണ്ടാവില്ല. എന്നാൽ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുക ഉപകാരം അതും ഉണ്ടാവില്ല. കാരണം അതൊരു ഓർമ്മയായിട്ടൊക്കെയാണ് ആ സാരി ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്ത്രം, ചിലർ 1ാം ക്ലാസ്സിൽ ഉടുപ്പൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നവരുണ്ട്. ചിലർ പറയും എൻ്റെ 10ാം ക്ലാസ്സിൽ ഉടുപ്പ് എനിക്ക് ഇപ്പോഴും പാകാം, ആൾ വലുതായി കാണും, എന്നാലും അതൊരു ഇമോഷണൽ മെമ്മറിയുടെ ഭാഗമായിട്ടാണ് കോസ്റ്റ്യൂം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇമോഷണൽ മെമ്മറിയെ അതിൻ്റെ ആക്ടറിൻ്റെ സൈക്കോളജി ആക്കി മാറ്റി കോസ്റ്റ്യൂം സഹായിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നടൻ
എന്നോട് ആവശ്യപ്പെട്ടു, എൻ്റെ സഹപാഠി ആവശ്യപ്പെട്ടു, എൻ്റെ കോസ്റ്റ്യൂമിൽ ഒരു പോക്കറ്റ് എക്സ്ട്രാ വെച്ച് തരണം. അപ്പോൾ 2 പോക്കറ്റ് ഓൾറെഡി ഉണ്ടല്ലോ സൈഡിൽ, പിന്നെ എന്തിനാ അകത്തൊരു കോസ്റ്റ്യൂം? അല്ലാതെ എനിക്ക് വേണം. ഓക്കെ, നമ്മൾ നടന്മാരെ ഏറ്റവും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, കാരണം അവർ കംഫർട്ട് ആണെങ്കിൽ മാത്രമേ, കോസ്റ്റ്യൂമിനകത്ത് പാകപ്പെട്ടാൽ മാത്രമാണ് അവർക്ക് കുറച്ചുകൂടി കോൺഫിഡൻറ്റോടുകൂടി അഭിനയിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നേരത്തെ പറഞ്ഞ അതേ ഒരു കാര്യമാണ്, ഏറ്റവും അവസാനമാണ് ഈ കോസ്റ്റ്യൂം കിട്ടുക. ആ കോസ്റ്റ്യൂമിനകത്ത് അയാളുടെ ശരീരം പാകപ്പെടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മളുടെ ഒരു പ്രോസസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നാടകം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഡിസൈൻ, കോസ്റ്റ്യൂമിൻ്റെ ഡിസൈൻ വർക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും, അതിൻ്റെ സ്റ്റിച്ചിങ് വർക്ക് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു മധ്യത്തിൽ നമുക്ക് അത് ആ അഭിനേതാക്കൾക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ നടൻ ഒരു എക്സ്ട്രാ പോക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു പോക്കറ്റ് അകത്ത് തയ്പ്പിച്ച് കൊടുത്തു. പക്ഷേ ഇതിനകത്ത് അയാൾ എന്തിനാണ് ആ നാടകത്തിന് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോൾ ആൾ ചിലപ്പോൾ വല്ല അയാളുടെ പേഴ്സണൽ സാധനങ്ങൾ എന്തെങ്കിലും വെക്കാനൊക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു ദിവസം ഈ ഒരു റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ, അല്ലെങ്കിൽ ഷോ കഴിഞ്ഞ് പോകുമ്പോൾ, ഇവർ ഇതെല്ലാം കൃത്യമായി മടക്കി ഹാങ്ങറിൽ കൊളുത്തി തൂക്കിയിടും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ പോക്കറ്റിനകത്ത് അയാൾ ഒരു കത്തി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അരങ്ങത്ത് എവിടെയും അയാൾ അതെടുത്ത് പ്രയോഗിക്കുന്നില്ല, അങ്ങനെ ഒരു കഥാസന്ദർഭമേ അതിനകത്തില്ല. പക്ഷെ അയാളുടെ കയ്യിൽ ആ പോക്കറ്റിനകത്ത്, ആ കോസ്റ്റ്യൂമിനകത്ത് പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കത്തി വളരെ അയാളെ ഏതൊക്കെയോ രീതിയിൽ സഹായിക്കുന്നുണ്ട് മനസ്സിലായി. അപ്പോൾ അയാൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ആ കഥാസന്ദർഭത്തിൽ അയാൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കഥാപാത്രത്തിന് ഒരു ഇമോഷണൽ മെമ്മറി ആയിട്ടാണ് ഈ കത്തി കൊണ്ട് നടക്കുന്നത്. അത് ഈ കോസ്റ്റ്യൂമിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അയാളുടെ കഥാപാത്രത്തിൽ എവിടെയും അത് എടുത്തു പ്രയോഗിക്കുന്നില്ലെങ്കിൽ പോലും അത് അയാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു അർത്ഥമുണ്ട് അല്ലേ. അപ്പോൾ കോസ്റ്റ്യൂം വളരെ കംഫർട്ടബിൾ അല്ലെങ്കിൽ നടന് അരങ്ങിൽ അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല അല്ലേ. കോസ്റ്റ്യൂം മറ്റൊരു തരത്തിൽ നമ്മുടെ സദാചാര ബോധമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിന് ചില ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒരു നാടകത്തിൽ വർക്ക് ചെയ്യുമ്പോൾ, അപ്പോൾ അതിനകത്ത് പരാമർശിച്ചിട്ടുള്ള ഒരു കോസ്റ്റ്യൂമിനകത്ത് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ഇതാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു അഭിനേതാവ് പറഞ്ഞു, അയ്യോ സ്ലീവ്ലെസ് ഇട്ട് എനിക്ക് അഭിനയിക്കാൻ കഴിയില്ല, പകരം ഫുൾ തന്നെ വേണമെന്നത്. അപ്പോൾ ഞാൻ നോക്കുക എന്താണെന്ന് വെച്ചാൽ, ആ സ്ക്രിപ്റ്റ് വൈസ് ആയിട്ട് എടുക്കുമ്പോഴും അതിൻ്റെ പ്ലോട്ടിനനുസരിച്ചൊക്കെ പോകുമ്പോൾ അത് കഥാപാത്രം ആവശ്യപ്പെടുന്ന അങ്ങനെ ഒരു കോസ്റ്റ്യൂമാണ്. പക്ഷേ അത് ഈ അഭിനേതാവിന് ഇട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ലെന്ന് അവർക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ ഒരു ഗ്രൂപ്പായ പ്രവർത്തനമാണ്, ഒരു സംവിധായകൻ്റെ അല്ലെങ്കിൽ അവരൊക്കെ കൂട്ടായ ചർച്ചയിലാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്നതാണ്. പക്ഷേ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഈ കോസ്റ്റ്യൂം അവർക്ക് നേരത്തെ കൊടുക്കുകയാണ് ചെയ്തത്. കാരണം അവർ കംഫർട്ട് അല്ലെങ്കിൽ അത് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അവർ പറഞ്ഞ പ്രകാരമുള്ള കോസ്റ്റ്യൂം ഒക്കെ വെച്ചിട്ടുള്ള കൊടുത്തിട്ട്, അപ്പോൾ അറിയാലോ കഥയുടെ ഒരു ട്രൈബൽ കൾച്ചറിൽ ഇങ്ങനെ പോകുന്നു. അവിടെ ഇങ്ങനെ ഡ്രേപ്പ് ചെയ്ത വസ്ത്രങ്ങളാണ് കെട്ടി ഉപയോഗിക്കുന്ന രീതിയിലുള്ള വസ്ത്രമാണ്. അവിടെ അതിൻ്റെ കൂടെ ഇത് ഒരു വലിയ ഏച്ചുകെട്ട് തന്നെയാണ്. അപ്പോൾ അവർക്കിത് ബോധ്യപ്പെടുമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത് അവരുടെ മാത്രം പ്രശ്നമല്ല. അവർ ആ സ്ലീവ്ലെസ് ഇടാൻ കഴിയില്ല എന്ന് പറയുന്നത് അവരുടെ പ്രശ്നമല്ല. അത് നമ്മൾ ഉൾപ്പെടുന്ന ഒരു സാമൂഹിക ബോധത്തിൽ നിന്നുണ്ടായിട്ടുള്ള, നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള പ്രശ്നമാണ്. അപ്പം അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അവരും കൂടി വിചാരിക്കണം, മൊത്തം നമ്മളും വിചാരിക്കണം. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു, അവർക്കുള്ള വസ്ത്രം ആദ്യമേ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവരതിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്, ഇതെനിക്ക് ചേരാത്തൊരു വസ്ത്രം എടുത്ത് ഇട്ട പോലെയുണ്ട്, ഞാൻ ഇട്ടിരിക്കുന്ന ഈ മാലയുടെ ഒപ്പവും ഇതിനോടൊപ്പം ഒന്നും ഇത് യോജിക്കുന്നില്ല, നമുക്കിത് ഒഴിവാക്കാം അല്ലേ എന്ന് അവർ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ നാടകത്തിൻ്റെ തലേ ദിവസമാണ് ഇത് കൊണ്ടുകൊടുത്ത് വെച്ചാൽ അവർ അത് ഇട്ടിട്ടേ പെർഫോം ചെയ്യുള്ളൂ. ഇത് നേരത്തെ ആയതുകൊണ്ട് അവർക്ക് തന്നെ ആ കഥാപാത്രം രൂപപ്പെട്ടു വരുന്നതിൽ മനസ്സിലായി, ഞാൻ ചേരാത്തൊരു വസ്ത്രമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല അത് റിമൂവ് ചെയ്ത് കൊടുത്തു. അവരും ഹാപ്പിയാണ്. അപ്പോൾ മൊത്തം അസ്വസ്ഥതകളില്ലാതെ അവർക്ക് മനോഹരമായിട്ട് അത് ചെയ്യാനും കഴിയും. അപ്പോൾ വേഷവിധാനത്തിൻ്റെ സമയക്രമത്തെ അരങ്ങിനകത്ത് മുൻപിലേക്ക് വെക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു വന്നത്. എത്രമാത്രം പ്രായോഗികമാണ് എന്നതിനൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കോസ്റ്റ്യൂമിനെ കുറിച്ച് പറയും. ഒരു നടൻ്റെ വേഷവിധാനത്തിൽ അയാൾ തയ്ച്ചുകൊടുത്തിരിക്കുന്ന ഇത് മാത്രമൊക്കെയാണോ കോസ്റ്റ്യൂം? ഒരു പേന കോസ്റ്റ്യൂമാണോ, പ്രോപ്പർട്ടിയാണോ? അല്ലെങ്കിൽ അയാൾ അതിനകത്ത് വെച്ചിരിക്കുന്ന ഒരു പൂവ് കോസ്റ്റ്യൂമാണോ, പ്രോപ്പർട്ടിയാണോ? കണ്ണട പ്രോപ്പർട്ടിയാണോ, കോസ്റ്റ്യൂമാണോ? അത് അരങ്ങിൽ അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ചിട്ടാണ് കോസ്റ്റ്യൂം രൂപപ്പെടുന്നത് അല്ലേ.
അപ്പോൾ അതിനൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് തുണി കൊണ്ട് ഉണ്ടാക്കിയതാണ് കോസ്റ്റ്യൂം എന്നൊന്നുമില്ല. ഞാനിരിക്കുന്ന ഈ ചെയർ പോലും കോസ്റ്റ്യൂമായിട്ട് മാറാൻ കഴിയും. അത് നമ്മൾ ഉപയോഗിക്കുന്ന നടൻ അത് ഏത് രീതിയിലാണ് അരങ്ങത്ത് അത് ഉപയോഗിക്കുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് കോസ്റ്റ്യൂമിനെ തീരുമാനിക്കുക. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നടൻ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കണ്ണട വേണം, ഒരു കറുത്ത കട്ടിയുള്ള ഫ്രെയിമുള്ള ഒരു കണ്ണട വേണം. നമ്മൾ പറഞ്ഞു, അത് പ്രോപ്പർട്ടി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവില്ല, ഇപ്പോൾ എടുത്താൽ പോലും എന്നാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും പറയാം. പക്ഷേ ഒരു ചില കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തിയിരുന്നതിൽ അത് അവരുപയോഗിക്കുന്ന ചില രംഗോപകരണങ്ങളും ആ കോസ്റ്റ്യൂമിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ഉദാഹരണത്തിന് ഒരു കള്ള് ചെത്തുകാരനായിട്ടുള്ള ഒരു കഥാപാത്രം എപ്പോഴും ഒരു ചെത്തുകൂടും കൊണ്ടാണ് നടക്കുന്നതായിട്ട് വെച്ചാൽ ചെത്തൊക്കെ നിന്നുപോയൊരു കഥാപാത്രം. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞ നാടകം ചെയ്തപ്പോൾ അതിനകത്ത് കുപ്പുവച്ചൻ്റെ ഒരു കഥാപാത്രമാണ്. ആളുടെ ചെത്ത് വയസ്സായി, ചെത്തൊക്കെ നിന്നുപോയി, എന്നാലും ആളെ ഒറ്റ തോർത്തുമുണ്ടും ഈ ചെത്തുകൂടും വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം ചെത്തുകൂട് ഒഴിവാക്കി കഴിഞ്ഞാൽ കുപ്പുവച്ചനില്ല. അയാൾ പനകയറ്റം നിന്ന് പനയൊക്കെ വെട്ടി മുറിച്ചു പോയ കാലഘട്ടത്തിലും ആ ചെത്തുകൂടുമായിട്ടാണ് അയാൾ നീങ്ങുന്നത്. അപ്പോൾ നാടകത്തിനകത്ത് നാടകത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ്, നാടകത്തിൻ്റെ ഡിസൈനിനനുസരിച്ചിട്ടാണ് കോസ്റ്റ്യൂം എടുക്കുക അല്ലേ. ഇപ്പോൾ ഒരു ലങ്കാലക്ഷ്മി എന്ന നാടകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പോയിട്ട് രാവണന് ഒരു കിന്നരി തലപ്പാവൊക്കെ റെഡിയാക്കി കഴിഞ്ഞെന്ന് വെച്ചാൽ എങ്ങനെയുണ്ടാവും? അതാണോ ആ ടെസ്റ്റ് ആവശ്യപ്പെടുന്നത്? അല്ലെങ്കിൽ ആ ടെസ്റ്റ് ചിലപ്പോൾ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഓക്കെയാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ പീറ്റർ ബ്രൂക്കിൻ്റെ മഹാഭാരതം എന്ന നാടകമുണ്ട്, അത് സിനിമയായിട്ടുണ്ട് അല്ലേ. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കോസ്റ്റ്യൂമിൻ്റെ മെത്തേഡുണ്ട്. നമ്മൾ അതുവരെ മഹാഭാരതത്തെ പരിചയിച്ചിരിക്കുന്ന ഒരു സീരിയൽ കൾച്ചർ വെച്ചിട്ടാണ് നല്ല പളവളപ്പുള്ള ഉടുപ്പും നല്ല സ്വർണ്ണ കിരീടമൊക്കെ വെച്ചിട്ടുള്ള രാജാക്കന്മാരെയൊക്കെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് അതിനകത്ത് കോസ്റ്റ്യൂമിന് ഒരു കളർ പാറ്റേണും ഒരു ടെക്സ്ചറും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റ്യൂം അദ്ദേഹം അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അരിവിന്ദൻ്റെ കാഞ്ചന സീതയിൽ ഒരു സിനിമ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ അതൊരു ട്രൈബൽ ഒരു കൾച്ചറിൽ നിന്ന് പോകും അല്ലേ. അപ്പോൾ അതിനകത്ത് രാമനെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ സീരിയലിലുള്ള പളവളക്കുന്ന വസ്ത്രത്തിലൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ കാട്ടിൽ താമസിക്കുന്ന ആളുകൾ. അപ്പോൾ ആ രീതിയിലൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ ഇത് ബോറായിരിക്കും. ഇപ്പോൾ പോലും ഈ കോസ്റ്റ്യൂം ഇപ്പോൾ ഏതെങ്കിലും പുരാണ നാടകങ്ങളോ മറ്റോ എടുത്ത് ചെയ്യുമ്പോൾ ആദ്യം കോസ്റ്റ്യൂമിൻ്റെ ഡിസൈൻ വരുമ്പോൾ വളരെ പളവളപ്പുന്ന മിന്നുന്ന വസ്ത്രങ്ങളാണ് ആദ്യം അവർ സെലക്ട് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ പറയുകയാണെങ്കിൽ കോസ്റ്റ്യൂമിൻ്റെ പ്രാധാന്യം ആ ടെക്സ്റ്റിനനുസരിച്ചിട്ട് അതെങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അനുസരിച്ചിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സ്റ്റാൻസ്ലാവിസ്കിയൻ മെത്തേഡിൽ ഉപയോഗിക്കുന്ന ഒരു കോസ്റ്റ്യൂം അല്ല ബ്രക്റ്റിൻ രീതിയിൽ വരിക. ബ്രക്റ്റിൻ്റെ കോസ്റ്റ്യൂം അല്ല ഗ്രോട്ടോസ്കി മെത്തേഡിൽ പോവുക. ഇപ്പോൾ സ്റ്റാൻസ്ലാവിസ്കി ഒരു നാച്ചുറലിസ്റ്റിക് റിയലിസ്റ്റിക് ആക്ടിങ് മെത്തേഡിൽ പോകുമ്പോൾ ആ കോസ്റ്റ്യൂമും അത്തരത്തിൽ റിയൽ ആയിട്ടുള്ള സാധനങ്ങളിലേക്കൊക്കെയാണ് കിടക്കുന്നത് അല്ലേ. പെർഫെക്റ്റ് കോട്ടായിരിക്കും, ടൈ ഉണ്ടാവും, എല്ലാ സാധനങ്ങളും ആ രീതിയിലുള്ള തലപ്പാവും തുപ്പിയും ഒക്കെ വെച്ചിട്ടാണ് അഭിനയിക്കുക. പക്ഷേ ബ്രക്റ്റിൻ രീതിയിലേക്ക് വരുമ്പോൾ കോസ്റ്റ്യൂമിന് വേറൊരു വശം കൂടി വരികയാണ്. ഇപ്പോൾ കഥാപാത്രത്തെ ജനിപ്പിക്കുന്ന രീതിയിലുള്ള അയാളുടെ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്ന രീതിയിലുള്ള ചില സിംബോളിക് കോസ്റ്റ്യൂം മതി. ഇപ്പോൾ ഒരു വക്കീലാണെങ്കിൽ ആ വക്കീലിൻ്റെ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു കോട്ട് മാത്രം മതി, ബാക്കി വേറെ എന്ത് ഡ്രസ്സാണെങ്കിൽ ആ കോട്ട് ഉണ്ടെങ്കിൽ അയാൾ ഒരു വക്കീലാണ്, അല്ലെങ്കിൽ പോലീസുകാരനാണ്, ഒരു തൊപ്പി വയ്ക്കുന്നു, അതി കൈ പിടിക്കുന്നു. അങ്ങനെ സിംബോളിക്കായിട്ട് വളരെ സജക്റ്റീവ് കോസ്റ്റ്യൂമിലൂടെ, മിനിമൽ കോസ്റ്റ്യൂമിലൂടെ നമുക്ക് കഥാപാത്രത്തെ അവതരിപ്പിക്കാനും കഴിയും. ഗ്രോട്ടോസ്കി മെത്തേഡിലേക്ക് വരുമ്പോൾ അതിനകത്ത് പറയുന്നത് വെച്ചാൽ കോസ്റ്റ്യൂമിനെ ഒരു ക്യാരക്ടറിനെ ധ്വനിപ്പിക്കുന്ന ഒന്നായിട്ടല്ല കോസ്റ്റ്യൂമിനെ അവിടെ അവതരിപ്പിക്കുന്നത്. കാരണം നമ്മൾക്ക് ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെയും മറ്റുമൊക്കെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ റിലീവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റ്യൂമാണ് ഡിസൈൻ ചെയ്യുന്നത്. അദ്ദേഹം അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ആ കഥാപാത്രത്തെ ധ്വനിപ്പിക്കുന്ന രീതിയിലേക്കല്ല കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ തിയറിക്കും ഓരോ പാറ്റേണിനും ആ രീതിയിലുള്ള കോസ്റ്റ്യൂമാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. കോസ്റ്റ്യൂം നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ നമ്മളെ ചില രീതിയിൽ റിലീവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മറ്റേ വേറൊരു മഹാന്റെ വണ്ടികളാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ നിങ്ങളുടെ വ്യക്തിത്വം തുന്നുന്നത് തയ്യക്കാരനാണല്ലേ, ടൈലറാണല്ലേ നിങ്ങളുടെ വ്യക്തിത്വം തുന്നുന്നതെന്ന് പറഞ്ഞൊരു മഹാനുണ്ട് അല്ലേ. കാരണം വസ്ത്രം ഒരാളുടെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നൊന്നുമില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ റിലീവ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഒരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ ഡിസൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ റോബിൻ ദാസ് ആണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഡിസൈനറാണ്, അപ്പോൾ ഡയറക്ടറാണ് അദ്ദേഹം. ഞങ്ങളെല്ലാവരും വിളിച്ചിട്ട് ഡിസൈനേഴ്സ് 8 പേരുണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ക്യാരക്ടറുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പോലും വിളിച്ച് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് വേണമെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞുതരാം എന്നിട്ട് അദ്ദേഹം ഞങ്ങൾ വെളിയിലേക്ക് വിളിച്ചുകൊണ്ട്
അപ്പോൾ ഞങ്ങൾ വെളിയിൽ സ്റ്റുഡിയോ ഒക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്ന തറയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ വെളിയിൽ അഴിച്ചു വെച്ചിട്ടാണ് അകത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇട്ടിരിക്കുന്ന ചെരുപ്പ്, അഴിച്ചു വെച്ചിരിക്കുന്ന ചെരുപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ സ്വഭാവം പറയാൻ പറ്റുന്നത് നോക്കിയപ്പോൾ ഓരോരുത്തരും പ്രത്യേക രീതിയിൽ ഒരാൾ മാത്രം അത് വൃത്തിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് അഡ്ജസ്റ്റ്മെന്റ്. എൻ്റെയൊക്കെ ചെരുപ്പ് ഇത് എങ്ങനെയൊക്കെ കിടക്കുന്നു. പിന്നെ വേറൊരാളുടെ ചെരുപ്പ് ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം അപ്പുറത്ത് എവിടെയോ പോയി കിടക്കുന്നു. അപ്പോൾ അദ്ദേഹം ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ വെച്ചിരിക്കുന്ന ആ ചെരുപ്പിലും നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഡിസൈനിലും നിങ്ങളാണല്ലോ ആ ചെരുപ്പ് മേടിച്ചത്, നിങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ മേടിച്ചത്. അപ്പോൾ ആ ചെരുപ്പിനകത്ത് നിങ്ങളുടെ സ്വഭാവമുണ്ട്. ഇത് അടുക്കി വെച്ചിരിക്കുന്ന ആളിൻ്റെ വർക്ക് നോക്കിയാൽ തന്നെയാണ് ആൾ വളരെ കൃത്യമാണ്, വളരെ സൈലൻ്റ് ആയിട്ടാണ് ക്യാരക്ടർ. ആൾ കൃത്യമായിട്ട് അയാളുടെ വരികയും വർക്ക് ചെയ്യുകയും അധികാരികളോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഇൻറ്റീരിയർ ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരാൾ വളരെ അശ്രദ്ധ ആയിട്ട് അവിടെ ചെരുപ്പിട്ടിട്ട് മറ്റേ ചെരുപ്പ് ദൂരെ എവിടെയാണ് പോയി കിടക്കുന്നത്, അഴിച്ചോടി വന്ന് കയറിയിരിക്കാൻ. അപ്പോൾ അങ്ങനെ ഓരോ കഥാപാത്രത്തെ റിലീവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. പിന്നെ ചെരുപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശരിക്കും ഇതുമായിട്ട് കണക്റ്റഡ് അല്ല, എന്നാലും വേറൊരു കഥ കൂടി പറയണം. അഭിലാഷ് പിള്ള സാറിൻ്റെ ക്ലാസ് നടക്കുക. അപ്പോൾ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ക്ലാസ് നടക്കുന്നുണ്ട്. ഇതുപോലെ മരം കൊണ്ട് മെഴുകിയിട്ടുള്ള പാളി പതിച്ചിട്ടുള്ള സ്റ്റുഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ചെരുപ്പ് വെളിയിൽ അഴിച്ചു വെച്ചിട്ട് അകത്ത് കയറുക. ഈ മഞ്ഞുകാലം ആകുമ്പോൾ മാത്രം നമ്മൾ ഈ ഷൂസൊക്കെ ഇട്ടിട്ട് കയറുള്ളൂ, സോക്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ പുറക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. പലരും ഓടിപ്പടഞ്ഞ് ക്ലാസ്സിലേക്ക് വരിക. 10-25 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ പലരുടെയും ആ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിൽ വെളിയിൽ ഈ ചെരുപ്പൊക്കെ ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടൊക്കെ കിടക്കുക. അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ അകത്ത് പോകുന്ന രീതിയിലല്ല ചെരുപ്പ് അവിടെ കിടക്കുന്നത്, വളരെ വൃത്തിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. പിറ്റേ ദിവസം ഇത് തന്നെ, കയറുമ്പോൾ ചെരുപ്പൊക്കെ പല ഭാഗത്താണ്, ഇറങ്ങുന്ന സമയത്ത് കൃത്യമായി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും. ഒരു പിടിയില്ല ഇത് ആരാ ചെയ്യണമെന്ന്. അപ്പോൾ ക്ലാസ് അവിടെ നടക്കുന്നുണ്ട്, പുറത്ത് വരുമ്പോൾ ഇത് അടുക്കി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ ലല്ലന്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു തോട്ടക്കാരനൊക്കെ ഉണ്ട്. അദ്ദേഹം ഭയങ്കര രസമായിട്ട് ആ ഒരു സ്പേസിനെ വളരെ വൃത്തിയിൽ സൂക്ഷിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ച ആളായിരിക്കും. പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ ആൾ ലീവായിരുന്നു. അന്നും ഇത് അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് പറയാനുള്ള ആകാംക്ഷ, ഇത് ആരായിരിക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക? കാരണം എല്ലാവരും ഓരോ തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെയൊക്കെ ചെരുപ്പ് അടുക്കി വെക്കാൻ പോകും എന്നൊക്കെയാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ വളരെ വൈകിട്ടാണ് ക്ലാസ്സിൽ പോയത്. അപ്പോൾ തൊട്ടടുത്ത് ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ ക്യാൻറ്റീനിൽ ഇരുന്ന് നോക്കുന്നുണ്ട്. അവിടെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മെല്ലെ സ്റ്റുഡിയോയുടെ വാതിൽ തുടങ്ങി അതിൻ്റെ ഡയറക്ടർ പുറത്തു വന്നു. എന്നിട്ട് അദ്ദേഹം ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. ഇത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് ആ ചെരുപ്പ് അങ്ങനെ അടുക്കി വെക്കേണ്ട വന്നില്ല. സ്വാഭാവികമായിട്ടും അത് ആ ഓർഡറിൽ തന്നെ വരുന്നവരൊക്കെ വെക്കാൻ തുടങ്ങി എന്നാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ സെൻഡ് ഓഫ് ഒക്കെ നടക്കുന്ന സമയത്ത് മോഷനോട് ചോദിച്ചു, മോശമാണല്ലേ എന്നാ ചെരുപ്പ് അടുക്കി വെച്ചത്? അതെ, കാരണം നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സിന് അതിൻ്റെതായ ഒരു ഗൗരവമുണ്ട്. അത് പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇവിടെ സൈലൻസ് എന്നൊന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല. നമ്മളിവിടെ അത് എങ്ങനെയാണോ വെച്ചിരിക്കുന്നത്, നമ്മുടെ വസ്തുക്കൾ എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് അവിടെ ഗൗരവപരമായിട്ടൊരു കാര്യം നടക്കുമെന്നും ഇവിടെ നിന്ന് ചൊച്ച വെക്കാൻ പാടില്ലെന്നും പുറത്തു പോകുന്നവർക്ക് അറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ കോസ്റ്റ്യൂമിൻ്റെ ഒരു ഡിസിപ്ലിൻ സ്വഭാവമുണ്ട്. ഇപ്പം ഈ നടന്മാരൊക്കെ ചിലർ കാണാം, ഈ സംഘത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വളരെ പാടാണ്. ഞാൻ കോസ്റ്റ്യൂം അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. കോസ്റ്റ്യൂം എൻ്റെ മേഖലയായിരുന്നില്ല, ഡയറക്ഷനായിരുന്നു. കാരണം ഈ കോസ്റ്റ്യൂം നടന്മാർക്ക് കിട്ടുന്നത് വരെ സന്തോഷമാണ്. അത് കിട്ടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെ അതിങ്ങനെ മുഷിന് നാറി അലക്കുക പോലുമില്ല. ചില നടന്മാരുണ്ട് നേരത്തെ കോസ്റ്റ്യൂം കൊടുത്താലും ഉപയോഗിക്കില്ല, ഒരു വൃത്തി ചീത്തയാവും, അന്ന് ഉപയോഗിക്കാം. അത്തരത്തിൽ അയാൾക്ക് ആ കോസ്റ്റ്യൂം എന്ത് ഹെൽപ്പാണ് ചെയ്യുന്നത്? വൃത്തികേടാവുമെന്ന് പറഞ്ഞിട്ട് ആ കോസ്റ്റ്യൂം മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല ചെയ്യുന്നത്. ചില ആളുകൾ ആ കോസ്റ്റ്യൂമിനെ ശരിക്കും അയാളുടെ രണ്ടാമത്തെ ശരീരം പോലെ ഉപയോഗിക്കുന്നത് കാണാം. അയാൾ വൃത്തിയായിട്ട് അയാൾ ആ കഥാപാത്രത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും അയാൾ ആ കോസ്റ്റ്യൂമിനെ ഹാൻഡിൽ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ചിട്ടയോടുകൂടി ചെയ്യുന്ന ആളുകൾ